ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിച്ച് VS അച്യുതാനന്ദൻ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സർക്കാർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ അടിക്കടി നിലപാട് മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തുടർവാദം നടക്കുന്ന സമയത്ത് എതിർപ്പ് പരിഗണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ആദ്യം വാർത്ത കാണാം. പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമാകാമെന്ന് 2007 ഇടതുപക്ഷ സർക്കാർ നിലപാടെടുത്തിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുകയും 10 മുതൽ 60 വരെ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ എതിർക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദേവി ഗുപ്ത ഇക്കാര്യത്തിൽ 2007 നിലപാട് ആവർത്തിച്ചു. സ്ത്രീകളുടെ പ്രവേശനത്തിനെ എതിർക്കുന്നത് സർക്കാർ നിലപാടല്ല, പ്രവേശനം അനുവദിക്കുന്ന 2007 സത്യവാങ്മൂലത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സർക്കാരിന് അടിക്കടി നിലപാട് മാറ്റാനാകില്ലെന്നും ഇതിനെ എതിർക്കുന്നതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. എതിർപ്പ് സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ചില്ല. പിന്നീടുള്ള വിശദവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിന്റെ എതിർപ്പിൽ നിലപാട് അറിയിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ശാരീരിക കാരണങ്ങളാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം തടയാനാകുമോ എന്ന സംശയം സുപ്രീം കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ക്ഷേത്രത്തിൽ പോകണമോ വേണ്ടയോ എന്നത് സ്ത്രീകളുടെ തീരുമാനം മാത്രമായിരിക്കും. സ്വകാര്യ മഠങ്ങളും പൊതുക്ഷേത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിശദമായ വാദം കേൾക്കാൻ കേസ് ഫെബ്രുവരി 20 മാറ്റി. കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട പന്തളം രാജകുടുംബവും അയ്യപ്പ സേവാ സംഘവും സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ എല്ലാവരെയും കേസിൽ കക്ഷികളാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി അവസാന ദിവസം വാദം കേൾക്കാമെന്നും അറിയിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സത്യവാങ്മൂലത്തിലെ അപാകതകൾ പരിഹരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇക്കാര്യത്തിലുള്ള എതിർപ്പ് വിശദമായ വാദം നടക്കുന്ന ദിവസങ്ങളിൽ അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ M രാജഗോപാലൻ നായർ, ഒപ്പം രാഹുൽ ഈശ്വർ, ഒപ്പം വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ഗീനാകുമാരി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ രാഹുൽ ഈശ്വറിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, ഇത്തരത്തിലൊരു വാദം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ഒരിക്കൽ കൂടി ഒരു ദേശീയ പ്രശ്നം എന്ന നിലയിൽ രാജ്യം, ലോകം ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയത്തിനെ പ്രതിപാദിക്കുന്നത് കൂടിയാണ് ഇത്. ഹാജി ദർഗയിൽ നമ്മൾ കണ്ടു. എന്ത് രാഹുൽ ഈശ്വർ? ഇന്നത്തെ സംഭവവികാസം എന്ന് പറഞ്ഞാൽ DTയുടെ അയ്യപ്പ ധർമ്മസേനയ്ക്ക് വേണ്ടി ശ്രീ VK ബിജു, നമ്മുടെ നായക് സ്റ്റേഡോ കേസിൽ, ദേവദാസി കേസിലൊക്കെ വാദിച്ച് വിജയിച്ച ബാർ കേസിലടക്കം ശ്രീ VK ബിജു ഞങ്ങൾക്ക് വേണ്ടി റേസ് ചെയ്ത ആർഗ്യുമെന്റ് DTയുടെ താല്പര്യങ്ങൾ, അതായത് ദേവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. ലോകത്തെ ഇന്ത്യൻ നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് DT അഥവാ ദേവൻ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് ശബരിമല അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, ശ്രീ പത്മനാഭൻ ഒക്കെ ലീഗൽ എൻറ്റിറ്റിയാണ്. അവർക്ക് അക്കൗണ്ട് തുടങ്ങാം, ക്രയവിക്രയങ്ങൾ നടത്താം, കോടതിയിൽ പോകാം. അങ്ങനെ അയ്യപ്പൻ ഓൺ ബിഹാഫ് ഓഫ് അയ്യപ്പയാണ് ഞങ്ങൾ ഇന്ന് കോടതിയിൽ എത്തിയത്. അയ്യപ്പന്റെ DTയുടെ റൈറ്റ്സിനെ കുറിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. തത്വത്തിൽ ദീപക് മിശ്രാജി അത് അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം റെഡി ടു വെയിറ്റിന്റെ ശില്പ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്തരം വിശദമായ കേസുകൾ വരും. ആർട്ടിക്കിൾ 14 അല്ല ഇത് കേൾക്കുന്നത്, അതായത് ഇക്വാളിറ്റിയുടെ ആർഗ്യുമെന്റ് 25 ഈ കേസ് കേൾക്കുന്നത്. ശബരിമലയിൽ വരെ ആർട്ടിക്കിൾ 25-26 റൈറ്റ് ടു റിലീജിയന്റെ താഴെ വരുന്ന കേസിലാണ് ഇത് കേൾക്കുന്നത്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പോകുന്നുണ്ട്. ശബരിമലയിൽ പ്രവേശനത്തിന് പ്രശ്നമുള്ളത് യുവതികൾക്ക് മാത്രമാണ്. ഇത് ഒരു സ്ത്രീ വിവേചനവുമല്ല എന്ന് കാണിക്കാൻ കഴിയും. സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, നിരീശ്വരവാദികളുടെ സർക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് കൊടുത്തത്. പ്രിയപ്പെട്ട ശ്രീ രാജഗോപാലൻ നായർ സാർ ഞങ്ങളെല്ലാം വളരെ ആദരിക്കുന്ന CPMന്റെ വളരെ മുതിർന്ന മെമ്പറാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വർഗീയത പറയാത്ത ആളാണ്, പറയിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ട്രിപ്പിൾ തലാഖിന്റെ കേസിലോ പോളിഗമിയുടെ കേസിലോ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏതെങ്കിലും കേസിൽ ഇവിടെ ആരും ഒരു കാര്യത്തിലും ഒരു നടപടിയും എടുക്കില്ല. ഹൈന്ദവരുടെ ക്ഷേത്രത്തിലാവുമ്പോൾ ആർക്കും കയറി കൊട്ടാം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി, ഹാജി അലിയുടെ കേസ് ഹാജി അലി വിജയിക്കുകയാണ് ചെയ്തത്. ഹിന്ദു ക്ഷേത്രമായ ശനി ശിഗ്നാപൂർ കേസിൽ തോറ്റപ്പോ ഹാജി അലി ആ കേസിൽ ജയിച്ചു. അത് അവരുടെ മിടുക്കാണ്. ആ മിടുക്ക് ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ കാണിക്കും. ഈ കേസ് അവസാനം വരെ ഫൈറ്റ് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ പോയി ഫൈറ്റ് ചെയ്യും. ആ രീതിയിൽ കേസ് അവസാനം വരെ കൊണ്ടുപോയി വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ 2 വർഷത്തിനുള്ളിൽ CPMന്റെ ദേവസ്വം ബോർഡ് വരും. അന്ന് ദേവസ്വം ബോർഡ് നിലപാട് മാറ്റരുത്. ദേവസ്വം ബോർഡ് ശബരിമലയിൽ വീഴുന്ന കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഈ അവസരത്തിൽ വെക്കുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ വിശ്വാസികൾ പോരാടി നേടിക്കോളാം. ശ്രീ രാജഗോപാലൻ നായർ, വിശ്വാസികളായ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയല്ലേ ഈ വാദം എന്നതാണ് ഉയരുന്ന സംശയം. രാഹുൽ ഈശ്വർ പറയുന്നത് മറ്റൊരു ദിശയിലേക്ക് കാര്യത്തെ എത്തിക്കുകയും ചെയ്തു. മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായി പലർക്കും കാണുന്ന ഒരു താല്പര്യം. ഈ വിഷയം വളരെ വൈകാരികമായി
കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട്. ഞാൻ ആദ്യമായി പറയട്ടെ, ഈ വിഷയം ചില നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി റൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് ശബരിമലയുടെ താല്പര്യത്തിലും സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും നല്ലതല്ല. വളരെ മുൻഗണന കൊടുക്കേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യം, അതോടൊപ്പം തന്നെ ശബരിമലയുടെ താല്പര്യം. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഈശ്വർ പരിശോധിക്കണം. ഇത് കേസ് ഇപ്പം തുടങ്ങിയതല്ല, 2007 തുടങ്ങിയതല്ല. 1990 കേസുണ്ടായിരുന്നു ഈ വിഷയം സംബന്ധിച്ച്. 1991 അതിനെ സംബന്ധിച്ച് വിധിയുണ്ടായി കേരള ഹൈക്കോർട്ടിൽ, ഡിവിഷൻ ബെഞ്ചിൽ. ആ വിധിയെടുത്ത് പരിശോധിച്ചു നോക്കാം. ആ വിധി പറയൂ. ആ വിധിയിൽ വളരെ വസ്തുനിഷ്ഠമായ ചില പരാമർശങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പോഴപ്പോൾ അഭിപ്രായം മാറ്റരുതെന്ന് രാഹുൽ ഈശ്വർ ഉപദേശിച്ചു. നല്ലത്, ഞാൻ ആവർത്തിക്കുന്നു. 1990 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സ്ത്രീകളെ അവിടെ മണ്ഡലം മകരവിളക്ക് കാലത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും പ്രവേശനം അനുവദിക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം കമ്മീഷണറുടെ അഫിഡവിറ്റ്. ഞാൻ റെക്കോർഡ് നോക്കിയിട്ട് പറയുന്നതാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ വിധിൻ്റെ പകർപ്പുണ്ട്. നോക്കിയിട്ട് പറയുന്നതാണ്. ചന്ദ്രിക എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണർ കൊടുത്ത അഫിഡവിറ്റാണ്. അതിൽ പറയുന്നത് എന്താ? അതിൽ പറയുന്നത് സ്ത്രീകളെ മണ്ഡലം മകരവിളക്ക് കാലം ഒഴിച്ച് ബാക്കി മാസപൂജകളിലെല്ലാം അവിടെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. മഹാരാജാവ് ഉൾപ്പെടെ മഹാറാണി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവിടെ പല ഘട്ടങ്ങളിലായി സന്ദർശിച്ചിട്ടുണ്ട്. 1950 തീവെയ്പ്പ് നടക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകൾ പോവുക എന്നുള്ളത് ശബരിമലയുടെ ആചാരത്തിന് വിരുദ്ധമല്ല. അതിനെ വിരുദ്ധമാക്കി കാണിച്ച് ഒരു പ്രചണ്ഡമായ പ്രചരണം നടത്താൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് സംഘടനകളുണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന. ഈ സംഘടനകൾക്ക് ഇത് സംബന്ധിച്ച് യോജിച്ചൊരു അഭിപ്രായം ഉണ്ടാവും. എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള പ്രബലമായ ഹിന്ദു സംഘടനകൾ ഈ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമാണ്. നമുക്ക് വിശ്വഭദ്രാനന്ദ ശക്തിബോധിയോട് ചോദിക്കാം. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അതായത് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായാൽ എന്ത് തരം മൂല്യശോഷണമാണ്, മൂല്യച്യുതിയാണ് അവിടെ സംഭവിക്കുക? ഈ രീതിയിലേക്കുള്ള ഒരു ചർച്ച നാട് ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ നിലപാട് ഇത് എന്ത് മൂല്യച്യുതിയാണ് സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിന്, മൂല്യച്യുതി എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ ഉണ്ടാവുന്നതല്ല, പുരുഷന്മാരും കൂടി വിചാരിച്ചാൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ മൂല്യച്യുതി എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നിലവിലുള്ള ഒരു സങ്കല്പമനുസരിച്ച് അയ്യപ്പൻ എന്ന് പറയുന്നത് ബ്രഹ്മചര്യ സ്വഭാവമുള്ള ഒരു ദേവതയാണ് എന്ന രീതിയിലാണ് അവിടെ ആരാധിക്കപ്പെട്ട് വരുന്നത്. അതിൻ്റേതായ മെയ്യടക്കവും മനസ്സടക്കവും പരിപാലിച്ചുകൊണ്ടാണ് ശബരിമലയ്ക്ക് നോയമ്പെടുത്ത് വ്രതം നോറ്റ് ആളുകൾ പോകുന്നത്. ഈ ബ്രഹ്മചാരികൾക്ക് ഉള്ള നിയമം അവിടെ ബാധകമാണ് എന്നതാണ് പൊതുവെ വിശ്വാസികളുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തോട് ഒരു വിശ്വാസി എന്ന നിലയിൽ യോജിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ, അതുപോലെ ആചാരവിശ്വാസങ്ങളിൽ, സങ്കല്പങ്ങളിൽ ഒക്കെ കാലോചിതമായ മാറ്റം വരുത്താനുള്ള സർക്കാർ ഇടപെടലുകൾ, ഇവിടെ രാഹുൽ ഈശ്വർ വളരെ സമർത്ഥമായി ധ്വനിപ്പിച്ചതുപോലെ നിരീശ്വരവാദികളായ ഇടതുപക്ഷക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് ശക്തൻ തമ്പുരാൻ ഉൾപ്പെടെയുള്ള
വളരെ യാഥാസ്ഥിതികർ എന്ന് നമുക്ക് പറയാവുന്ന രാജാക്കന്മാർ നാട് വാഴുന്ന കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ സാമൂതിരി രാജാവിനോട് എതിർത്തു എന്ന ഒറ്റ പേരിലാണ് മുല്ലശ്ശേരി മനക്കാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം തന്ത്രം ഒഴിവ് പറഞ്ഞ് വാങ്ങിച്ച് ഇപ്പോൾ നിലവിലുള്ള തന്ത്രിമാരുടെ അടുക്കിലേക്ക് ഏൽപ്പിക്കുന്നത്. അതുപോലെ ശക്തൻ തമ്പുരാൻ പാറമേക്കാവ് ഭഗവതിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തൃശ്ശൂരിൻ്റെ പുരോഗതി തടയാൻ നിന്നിട്ടില്ല. അത് ദേവിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അത് നടപ്പാക്കുക ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വിളംബരം തന്നെ, ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ അക്കാലഘട്ടത്തിൽ ക്ഷേത്രാചാരങ്ങളിൽ ഈഴവരും അവരിൽ താഴെയുള്ളവരും ഇടപെടാൻ പാടില്ല, അവർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിനെതിരായ ഇടപെടലായിരുന്നു. പിന്നെ ഇളവർ തൂക്കം നിഷേധിച്ചത്, അതുപോലെ തെറിപ്പാട്ട് നിരോധിച്ചത്, പലയിടത്തും കോഴിയറവ് നിരോധിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ബഹുമുഖമായ മാറ്റങ്ങൾ ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ട് കാലത്തിനനുസരിച്ച് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം ശബരിമലയിൽ കോടതിയുടെ ഇടപെടൽ കൊണ്ട്, ജനാധിപത്യപരമായ നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടൽ കൊണ്ട് വരികയാണ് എങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ എന്ന നിലയിൽ ഞാൻ അതിനെ അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടവനും ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും രാഹുൽ ഈശ്വർ കേട്ടല്ലോ, ഭരണാധികാരികൾക്ക്, ഭരണകൂടങ്ങൾക്ക് ജനകീയമായ താല്പര്യങ്ങളുടെ പ്രതിധ്വനികൾ കോടതികളിൽ വാദിക്കേണ്ടി വരും. അത് നിരീശ്വരവാദ സർക്കാർ എന്ന താങ്കളുടെ വാദത്തിനുള്ള മറുപടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. PL ശർമ്മ കക്ഷി ചേരാൻ അനുവദിച്ചില്ല, പക്ഷേ മറ്റ് 4 പേർ റെഡി ടു വെയിറ്റ്, രാജകുടുംബം, വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സേവാ സംഘം. താങ്കൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മഠമല്ല ക്ഷേത്രമാണോ ഇത്, അല്ലെങ്കിൽ മഠമാണോ എന്ന കോടതിയുടെ ചോദ്യം, അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ 1. 2, നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ പേരിൽ നിങ്ങൾ പറയണ്ട. അയ്യപ്പൻ കൃത്യമായി ബ്രഹ്മചര്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പുലർത്തുന്നതാണ്. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പറയൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാഹുൽ, ഞങ്ങളുടെ താല്പര്യം ഈ അമ്പലത്തെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്ന ഭാഷയുടെ മയമില്ലായ്മയ്ക്ക് ക്ഷമിക്കുക. ചന്ദ്രിക മാഡം പച്ച കള്ളം പറഞ്ഞതാണ്. ദേവസ്വം ബോർഡ് എന്ന സംവിധാനം യാതൊരു മടിയുമില്ലാതെ കള്ളം പറഞ്ഞതാണ് 1991. കാരണം ചന്ദ്രിക മാഡത്തിന്റെ ബന്ധുവിനെ ചോറൂട്ടാൻ അവിടെ വന്നു, അവരുടെ മേലിൽ കുറ്റം വരാതിരിക്കാൻ അവർ കള്ളം പറഞ്ഞതാ. അതുകൊണ്ടാണ് ജസ്റ്റിസ് പരിപൂർണൻ സാറും മാരാർ സാറിന്റെ ബെഞ്ച് ആ വാദഗതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉണ്ട് എന്ന വാദഗതി അനുവദിച്ചത്. 1816 2 ബ്രിട്ടീഷുകാർ വാർഡും കോണറും ശബരിമലയിൽ എത്തി എഴുതി വെക്കുന്നുണ്ട്, ശബരിമലയിൽ യുവതികൾ കയറാൻ പാടില്ല. കാര്യം ഇവിടത്തുകാരുടെ വിശ്വാസം ഈ ദേവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന്. 2 ബ്രിട്ടീഷുകാർ നമ്മളോട് കാണിച്ച മാന്യതയും മര്യാദയും ഈ നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന പലരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തർക്കിക്കാൻ യാതൊരു മടിയുമില്ല, വാദഗതികളെ മടിയില്ല, പക്ഷേ മടി ഏതുമില്ലാതെ കള്ളം പറയുന്നതിനാണ് അതിന് പ്രശ്നം. രാജഗോപാൽ സാർ വളരെ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞു. ഹിന്ദു സംഘടനകൾ, പേരെടുത്ത് തന്നെ ഞാൻ പറയാം, RSS അടക്കമുള്ള സംഘടനയിലെ ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷം ശബരിമല യുവതികൾ കയറണമെന്ന് വാദിക്കുന്നതാ. കാര്യം അത് വർഗീയത മൂത്ത് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ കേസ് കയറി വന്ന് യൂണിഫോം സിവിൽ കോഡിന്റെ നറേറ്റീവിനെ തടയണ്ട എന്നുള്ള ഗൂഢചിന്ത, എന്നുള്ള വർഗീയ ചിന്ത ഉള്ളത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത വേണ്ടേ? എറണാകുളത്തെ സെയിന്റ് തെരേസാസ് കോളേജിൽ രാഹുൽ ഈശ്വറിന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഡിനയലാണോ? ഇതൊരു മെയിൽ കോളേജും ഫീമെയിൽ കോളേജും പോലല്ലേ ഉള്ളൂ. ചക്കുളത്തുകാവിൽ നാരി പൂജയുണ്ട്, അവിടെ എനിക്കോ അങ്ങേക്കോ പ്രവേശനമുണ്ടോ? അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പുരുഷന്മാർ ഇടാറുള്ളൂ, സ്ത്രീകളല്ലേ ഇടാറുള്ളൂ? വെറും കപടവും വ്യാജവും സാങ്കേതികവുമായ ആർട്ടിക്കിൾ 14 പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് വാദിക്കുന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മലയാളിയായ കുര്യൻ ജോസഫ് സുപ്രീം കോടതി ഇരുന്നപ്പോ പല തവണ പറഞ്ഞു, നമ്മുടെ കേസല്ല, DTയുടെ താല്പര്യം നോക്കണം, ദേവന്റെ താല്പര്യം നോക്കണം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ദേവൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ
എന്റിറ്റിയാണ് പല സുപ്രീം കോടതി ജഡ്ജിമാരും പറഞ്ഞു. പക്ഷെ സുധാകരൻ സാർ ഇരുന്നപ്പോ നമ്മുടെ രജീന്ദ്ര സച്ചാറിനെ കൊണ്ട് വാദിച്ച് ഇത് 3 അംഗ ബെഞ്ചിന് അയച്ചതാണ്. ഞങ്ങൾ ഇനിയാണെങ്കിലും അശോക് ഭൂഷണും ഭാനുമതി മാഡവും ഉണ്ട്, അവർക്ക് ഇത് അപ്പീൽ ചെയ്യും, വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ പോകും. പക്ഷേ ഏക പേടി ഇതാണ്, CPM-ന്റെ ബോർഡ് 2 വർഷത്തിനുള്ളിൽ വരും. CPM-ന്റെ ബോർഡ് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ ബോർഡ് ഈ പുരോഗമനം എന്നുള്ള ഇൻ കോർട്സിലെ കാര്യം എടുത്തുകൊണ്ട് ശബരിമലക്കെതിരെ കേസ് വാദിക്കാതിരിക്കണം. ഓരോ അമ്പലത്തിനും ഓരോ തനിമയില്ലേ? നാളെ ഇനിയും നമ്മുടെ മണ്ണാർശാലയിൽ ആയില്യം അവിടെ ഒരു പുരുഷൻ പോയി ചെയ്യണമെന്ന് പറയണോ? അല്ലെങ്കിൽ ചെങ്ങന്നൂര് ദേവി തൃപ്പൂത്ത് പീരീഡ്സ് ആവുന്നത് പുരുഷൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയണോ? ഏതെങ്കിലും രീതിയിൽ ബൗദ്ധികമായി സത്യസന്ധത ഇല്ലാതെ, ഇത്ര ആഴമില്ലാതെ നമുക്ക് എങ്ങനെ വിഷയങ്ങളെ കാണാൻ കഴിയും? ഓരോ അമ്പലത്തിലും ഓരോ പ്രതിഷ്ഠയും പ്രതിഷ്ഠാഭാവവും പ്രതിഷ്ഠാ സങ്കല്പവുമാണ്. ഇതൊന്നും ആർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മനഃപൂർവ്വം പല ആൾക്കാർക്കും ശ്രീ രാഹുൽ ഈശ്വർ അതായത് സതിയുടെ ഘട്ടത്തിലായാലും ക്ഷേത്രപ്രവേശനത്തിന്റെ ഘട്ടത്തിലായാലും ഒക്കെ ഉയർന്നിരുന്ന വാദം ഇതാണ്: മൂലമന്ത്രം പോലെ ഓരോ ക്ഷേത്രവും പുലർത്തുന്ന ആചാരം പോലെ അല്ല ഇത്, മറിച്ച് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ വിവേചനം നടത്തുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ശരിയാണ്, ആർട്ടിക്കിൾ 14 പെടുത്തില്ല ഈ കേസ് എന്നതുകൊണ്ട് ഹാജി ദർഗയ്ക്ക് അനുവദിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് വ്യതിരിക്തമായി കോടതിക്ക് പുലർത്താനാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഹാജി ദർഗയിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് പ്രവേശിപ്പിക്കാൻ 2 കാര്യങ്ങൾ. വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. ശബരിമലയിൽ ഒരിക്കലും പിന്നോക്കക്കാരെ തടഞ്ഞിട്ടില്ല. ശബരിമലയിൽ ഒരിക്കലും ജാതീയത ഇല്ലായിരുന്നു. ഞാൻ പറയുന്നതല്ല, 1991 കേരള ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് എടുത്താൽ വെർഡിക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു, ബാക്കിയുള്ള അമ്പലങ്ങളെ പോലെ അല്ല ശബരിമല. ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിനും നൂറ്റാണ്ടുകൾ മുമ്പേ ഇവിടെ എല്ലാ ജാതികളും മതങ്ങളും വരുന്നു. ഇവിടെ വർഗീയതയില്ല, ഇവിടെ ജാതീയതയില്ല എന്ന്. 2, നോർത്ത് ഇന്ത്യയിൽ ആരോ സതി ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കയറിയിട്ട് എന്താ കാര്യം? വെസ്റ്റ് ബംഗാളിലും രാജസ്ഥാനിലുമുള്ള 1% രജ്പൂട്ടുകളുടെയും ക്ഷത്രിയന്മാരുടെയും ഇടയിൽ നിന്ന ഈ സതി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിഭാഗം സവർണരുടെ നിന്ന സതി എന്ന ആചാരം വെച്ച് ഇന്ത്യയിലെ മുഴുവൻ ആചാരങ്ങളെയും അടച്ചാക്ഷേപിച്ചിട്ട് എന്താ കാര്യം? കേരളത്തിൽ സതി നടന്നിരുന്നോ? കർണാടകത്തിൽ സതി നടന്നിരുന്നോ? ആന്ധ്രാപ്രദേശ് സതി നടന്നിരുന്നോ? കാശ്മീരിലോ നോർത്ത് ഈസ്റ്റിലോ സതി നടന്നിരുന്നോ? എവിടെയോ ഒരാൾ ഒരു ദുരാചാരം ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ ആചാരങ്ങളെയും മോശമായി ചിത്രീകരിച്ച് സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കുന്നത്, ഇത് ചക്കുളത്തുകാവിൽ പുരുഷന് നാരീ പൂജയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവകാശ നിഷേധം എന്ന് പറയുന്നത് പോലെയാണ്. ഈ കേസിന് ശക്തി പകരാൻ ഈ അടുത്ത ആഴ്ച തന്നെ ചക്കുളത്തുകാവ് നാരീ പൂജയ്ക്ക് എനിക്ക് പോകാൻ കഴിയാത്തത് എന്റെ ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതി ആ അഫിഡവിറ്റ് അതായത് രാഹുൽ ഈശ്വർ, തൃപ്തി ദേശായി അടക്കമുള്ളവർ ഇവിടേക്ക് ഈ പ്രക്ഷോഭത്തിന്റെ കൊടി നാട്ടാനായി എത്തുന്നുണ്ട് എന്നതാണ് പുതിയ വാർത്തകൾ. അങ്ങനെയാണ് എങ്കിൽ ഹാജി ദർഗയിൽ വിവേചനം സ്ത്രീകൾക്കെതിരെ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു. ആദ്യഘട്ടത്തിൽ അവരുടെ ദർഗാ കമ്മിറ്റി അതിനെ എതിർത്തിരുന്നു, പക്ഷെ അവർക്കും വഴങ്ങേണ്ടി വന്നു. അവർ സ്വാഗതം ചെയ്തു അതിനെ. ശ്രീ രാഹുൽ ഈശ്വർ, മറിച്ച് അഭിപ്രായമുണ്ടോ? ഇല്ല, അല്ലല്ല, ഞാൻ ഹാജി അലി പോയി ഹാജി അലിയുടെ കേസിന് സഹകരിക്കുന്ന വ്യക്തിയാണ്. ഹാജി അലി കേസിൽ നടന്നത് ഗോപാൽ സുബ്രഹ്മണ്യം അതിവിദഗ്ധമായ ഒരു തന്ത്രം ചെയ്തു. ഞങ്ങൾ ഒരു കാരണവശാലും സമത്വത്തിനെതിരല്ല, പുരോഗമനം എന്ന് പറയുന്ന കുറെ 10 ഡയലോഗ് അടിച്ചു. അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ലിബറലുകൾക്കെല്ലാം സന്തോഷമാണ്. എന്നിട്ട് അദ്ദേഹം എഴുതി കൊടുത്തു, ഞങ്ങൾ സമത്വത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ആരും കയറണ്ടെന്ന്. അവിടെ സ്ത്രീകളെ സാങ്ക്ടം സാങ്ക്ടോറത്തിനുള്ളിൽ കയറ്റില്ല, അവിടെ സ്ത്രീകളെ ടോമ്പ് തൊടാൻ അനുവദിക്കില്ല, അവിടെ ആ പുരോഹിതരായ മുസ്ലിം ആൺ പുരോഹിതർക്ക് മാത്രമേ ഇപ്പൊ അകത്ത് പോകാൻ കഴിയൂ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ സെക്കുലറും ലിബറൽ എന്ന് വിളിക്കുന്ന ഈ കപട ബുദ്ധിജീവികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇങ്ങനെ എന്തെങ്കിലും നമ്പർ ഇട്ടാൽ മാത്രമേ കഴിയൂ എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇതേപോലെ സത്യസന്ധമായി വാദിച്ചിട്ട് കാര്യമില്ല. അതാണ് ശനി ശിഗ്നാപൂർ തോറ്റത്. ഹാജി അലി ഗോപാൽ സുബ്രഹ്മണ്യം വെച്ച് അതിവിദഗ്ധമായ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചു. ഈ നാട്ടിൽ സത്യസന്ധമായി പോയിട്ട് കാര്യമില്ല. ഇനി വളഞ്ഞ വഴി സ്വീകരിച്ചേ പറ്റുള്ളെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വഴി നമ്മുടെ അഡ്വക്കേറ്റ്സുമായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ആലോചിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കോടതി ചോദിച്ചത് മഠമാണോ ക്ഷേത്രമാണോ? ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് അതിൻ്റെതായ റൈറ്റ്സ് ഇല്ലേ? അതായത് DT എന്ന് പറയുന്നത് ഒരു ലിവിംഗ് എൻറ്റിറ്റിയാണ്. ഗുരുവായൂരപ്പന്, രാജഗോപാൽ നായർ സാറിന് എന്നെക്കാട്ടി നന്നായിട്ട് അറിയാം, സ്വാമി അയ്യപ്പൻ ഒരു ലിവിംഗ് എൻറ്റിറ്റിയാണ്, ലീഗൽ എൻറ്റിറ്റിയാണ്. സ്വാമി അയ്യപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ, ഇവർക്കൊക്കെ ഇവരുടേതായ DTക്ക് റൈറ്റ്സ് ഉണ്ട്. ഇത് ലോക നിയമത്തിൽ ഇന്ത്യക്കുള്ള വലിയൊരു യുണീക്നെസ് ആണ്. ബാക്കി വളരെ കുറച്ച് രാജ്യങ്ങളിലേ ഉള്ളൂ. അയ്യപ്പന്റെ റൈറ്റ്സ് വയലേറ്റഡ് ആകരുത്. ഇത് മലയാളിയായ ക്രിസ്ത്യാനിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പലതവണ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്
വേണ്ട രീതിയിൽ ചില അജണ്ടകളുമായി ഇരിക്കുന്ന പല ആൾക്കാർക്കും മനസ്സിലാവുന്നല്ല എന്നേ ഉള്ളൂ. കുറെ കൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, മുസ്ലിം പേഴ്സണൽ ലോ ബ്രീച്ച് ചെയ്യാൻ പോകുമ്പോൾ മറു സൈഡിൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഒരു പ്രധാന അമ്പലത്തിലും ബ്രീച്ച് ചെയ്തു എന്ന് ഒരു ബാലൻസിങ് കാണിക്കാനാണ് ഇവിടെ പലരും ഇത് ചെയ്യുന്നത്. സൂചിപ്പിച്ചത് ബി ജെ പി ആണെങ്കിൽ അത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് ബി ജെ പി എത്തിയോ? ഞാൻ ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ചില ആൾക്കാർ മുസ്ലിം പേഴ്സണൽ ലോ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ഉണ്ടാകുന്ന കൗണ്ടർ റിയാക്ഷൻസിന് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഈ ക്ഷേത്രത്തിലും ബ്രീച്ച് ചെയ്തു, ഇനി ഇതെല്ലാം ഒരേപോലാണ് എന്നൊരു ഫോൾസ് ഇക്വലൻസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഈ കോടതിയിൽ ആരോട് ചോദിച്ചാലും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2 തവണ കേസ് കേട്ട കുര്യൻ ജോസഫിനെ ഒരു കാരണവുമില്ലാതെ മാറ്റുകയാണ്. കാര്യം കുര്യൻ ജോസഫ് ശബരിമലയ്ക്ക് അനുകൂലമാണ്. വേറൊരു ബെഞ്ചിന്റെ ആൾക്കാരെ വെക്കുന്നു. ഗൗഡയെ മാറ്റിയല്ലോ. ശ്രീ രാഹുൽ ഈശ്വർ കുര്യൻ ജോസഫിനെ മാത്രമല്ല ഗൗഡ റിട്ടയർ ആയതാ. ഗൗഡ മാറ്റിയല്ല, കുര്യൻ ജോസഫ് മാറിയതാണ്. അല്ല, ഗൗഡ റിട്ടയർ ആയതാണ്. അങ്ങനെയാണെങ്കിൽ കുര്യൻ ജോസഫ് സ്വയം മാറിയതല്ലേ? ഇതിന് അനുകൂലമായി പറഞ്ഞ എന്നെ വിശ്വസിക്കേണ്ട അല്ല, കുര്യൻ ജോസഫ് സ്വയം മാറിയതല്ല. ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ, ഹിന്ദു എന്തായാലും ഇടതുപക്ഷ പത്രമാണല്ലോ, ഹിന്ദു അടക്കമുള്ളവർ അതായത് രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ക്ഷേത്രാചാരത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ മാത്രം നോക്കേണ്ടത്. ഒരുപക്ഷെ കോടതി ഇന്ന് ചോദിച്ചത് വളരെ ശ്രീ രാഹുലിലേക്ക് എത്താം. കോടതി ഇന്ന് ചോദിച്ചത് മഠമാണോ ക്ഷേത്രമാണോ ഇതെന്ന്. മഠമാണെങ്കിൽ മാത്രമാണ് ഇവർ പറയുന്ന വാദഗതിക്ക് അംഗീകാരം എന്നൊരു പക്ഷേ അതിനകത്തൊരു ധ്വനിയുണ്ട്. അങ്ങനെ നിയമവിദഗ്ധർക്ക് വാദിക്കാം. കോടതിയുടെ വാക്കുകളിലേക്ക് നമ്മൾ കടന്നു പിടിക്കുന്ന ഔചിത്യമല്ല ജനാധിപത്യ നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജഗോപാലൻ നായർ, ഇത് ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ആധാരമായിട്ട് കാര്യമില്ല. ഇത് വളരെ വൈകാരികമായി കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. രാഹുലിനറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്ന്, ഇത് സ്ത്രീകൾ അവിടെ പ്രവേശിച്ചു കൊണ്ടിരുന്നോ ഇല്ലയോ? അത് അവിടുത്തെ ഒരു ആചാരമായിരുന്നോ? ഇനി അതൊരു ആചാരമായിരുന്നെങ്കിൽ ദൈവവിശ്വാസികളല്ലാത്തവർ, അതായത് കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് അതിനെ ആ ആചാരത്തിന് ഭംഗം വരുത്താൻ ശ്രമിക്കുകയാണോ? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞത് 90-ൽ ചന്ദ്രിക എന്ന് പറയുന്ന ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ എഴുതി കൊടുത്ത സത്യവാങ്മൂലം അവർ പറഞ്ഞത് കള്ളമാണെന്ന്. കള്ളമാണെന്ന് അവരുടെ മകനുമായി കയറിയത് അവരെഴുതി കൊടുത്തു റെക്കോർഡ് വെച്ചിട്ട്. അതായത് അവിടെ കുഞ്ഞൂണ് നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞൂണ് നടക്കുമ്പോൾ അതിന്റെ അമ്മമാർ പോകുന്നുണ്ടായിരുന്നു. നിരവധി ആളുകളുടെ പേര് അവർ എഴുതി കൊടുത്തു. പ്രായത്തിന് മുമ്പുള്ളവർ, അതെ, ബിറ്റ്വീൻ 10 and 50. ഒന്നത് അവരെഴുതി കൊടുത്തു, കള്ളമാണെന്ന് രാഹുൽ പറയുന്നു. രാഹുൽ ആ പീരീഡിൽ ജനിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് കള്ളമാണെന്ന് പറയാൻ അടിസ്ഥാനം എന്ത്? ഞാൻ അത് വിടാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡുണ്ട്. റെക്കോർഡ് എന്ന് പറയുന്നത് 1991 പരിപൂർണൻ്റെ വിധി വരുന്നത് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിന് തൊട്ട് മുന്നേ കേരള സ്റ്റേറ്റ് ഗസറ്റിൽ ഒരു പബ്ലിക്കേഷൻ കൊടുക്കുമായിരുന്നു, പരസ്യം കൊടുക്കുമായിരുന്നു. മണ്ഡലം മകരവിളക്ക് ഇന്ന ദിവസം നവംബർ മാസം 15-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി തുടങ്ങുന്നു, ഇന്ന ദിവസം അവസാനിക്കുന്നു. ഈ കാലയളവിൽ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് 90 വരെ ഉണ്ടായിരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ മണ്ഡലം മകരവിളക്ക് കാലഘട്ടം ഒഴിച്ച് മറ്റ് മാസപൂജാ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, അതിനെ തടഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അത് വേറെ ഫിസിക്കൽ റീസൺസ് ഉണ്ടാവും. ആ പീരീഡിൽ നല്ല ഹെവി ഫ്ലോ വരുന്നു, അതുകൊണ്ട് തടയുന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്വാമി പറഞ്ഞല്ലോ ആചാരങ്ങൾ മാറ്റപ്പെടാം അവസരത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച്. ഞാൻ രാഹുലിനോട് ചോദിക്കട്ടെ, രാഹുലിനറിയാമല്ലോ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. 1965 കാലഘട്ടം വരെ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നോ? ഇപ്പം സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവും. 65 കാലഘട്ടം വരെ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. അതിനുശേഷം നമ്മുടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് അവിടുത്തെ താന്ത്രിക വിധിയൊക്കെ ചെയ്തിരുന്നത്, പൂജാകാര്യങ്ങൾ ചെയ്തിരുന്നത്. അദ്ദേഹത്തിനോട് ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ചോദിച്ചു നോക്കൂ. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ കൂടി തീരുമാനിച്ചു അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ഇപ്പോൾ അഭംഗുരം അത് നടന്നു വരുന്നല്ലോ. അപ്പോൾ ആചാരത്തിൽ വന്ന ഒരു വ്യത്യാസമാണ്, വരാൻ പാടില്ലേ? ഞാൻ ഇനിയൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ദൂരെ പോകണ്ട. ഇവിടെ രാഹുലിനോ മറ്റുള്ളവർക്ക് അറിയാമല്ലോ, മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.
മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ സ്ത്രീകൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല. കേരളത്തിലെ വേറെ ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതുണ്ടോ? ഇനി എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. 2012 ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് മലയൻകീഴ് ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്തിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പബ്ലിക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ കൂടെ ഉണ്ടായിരുന്നത് മാഡം സുഗതകുമാരിയാണ്. ആ യോഗത്തിൽ സംസാരിച്ചു. സുഗതകുമാരി മാഡം എൻ്റെ പ്രസംഗത്തിന് ശേഷം അവർ സംസാരിച്ചത് എന്താണെന്നറിയാമോ? എനിക്ക് സങ്കടം സഹിക്കുന്നില്ല, ഞാനിവിടെ വന്നത് ഭഗവാൻ കൃഷ്ണനെ കൊന്ന് തൊഴാൻ കൂടിയാണ്, പക്ഷേ എന്നെ അകത്തോട്ട് വിട്ടില്ല. ഇതെന്ത് ന്യായം? പ്രസിഡന്റ് സംസാരിച്ചിട്ടിരുന്നല്ലോ, എഴുന്നേറ്റ് ഒരിക്കൽ കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് റെക്കോർഡിലുള്ള കാര്യമാണ്, അറിയാവുന്നുള്ള തന്ത്രിയാണല്ലോ. അവിടെ ചോദിച്ചു നോക്കൂ. വിഷ്ണുനാരായണൻ നമ്പൂരി ആ യോഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ അനുഭവം പറഞ്ഞു. തിരുവല്ല ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമാണ് ഈ മലയൻകീഴ് ക്ഷേത്രം. തിരുവല്ലയിൽ ആ മാറ്റം വരും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ, സ്വാമി പറഞ്ഞ പോലെ കാലാനുസരണമായി മാറ്റം വരാൻ പാടില്ലേ? ഞാനൊരു കാര്യമേ ആവർത്തിച്ച് പറയുള്ളൂ. പലപ്പോഴും നമുക്ക് ആചാരങ്ങളുണ്ട്, ലംഘിക്കേണ്ട. പക്ഷേ ആചാരങ്ങളെ അനാചാരങ്ങളാക്കി മാറ്റരുത്. വിശ്വാസമുണ്ട്, വിശ്വാസം സംരക്ഷിക്കണം. പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസമാകരുത്. ഇത് രണ്ടും ഹിന്ദു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഞാൻ ഇനിയും ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനുള്ളപ്പോൾ, രാഹുലിനറിയാലോ, ഞാനുള്ളപ്പോൾ ചില ആചാരങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഉമയനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കൊല്ലത്ത് ഉമയനല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരം എന്താ? അവിടെ ആനയുടെ വാലി പിടിച്ച് ഓടുന്നതാണ് ഒരാചാരം. ഉത്സവ ദിവസം ഞാനുള്ളപ്പോൾ 2012 സംഭവിച്ച അതിദാരുണമായി ആന ചവിട്ടിക്കൊന്നു ആളുകളെ. ഞങ്ങൾ പോയി നോക്കി, കരഞ്ഞുപോയി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തൃക്കടവൂർ ശിവരാജൻ എന്ന് 2 ലക്ഷത്തിലധികം രൂപ ഒരു ദിവസം വാടക കിട്ടുന്ന ആനയാണ് അത് ചെയ്തത്. ഇത്രയും നല്ല സൗമ്യൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, തൊട്ട് തൊഴുന്ന ആന ചവിട്ടിക്കൊന്നു ആളുകളെ. ഈ വാലിപ്പിടി ഞങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. വേണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിക്കണം. അതിനെതിരായിട്ട് എന്തുകൊണ്ട് ഈ സംഘടനകൾ അഭിപ്രായം പറഞ്ഞില്ല? ആചാരമാണ്, എത്രയോ വർഷമായി നടന്നു വരുന്ന ആചാരം. അനാചാരമായാൽ നിരോധിക്കണം. നിരോധിച്ചില്ലെങ്കിൽ ഈ ക്ഷേത്ര സംസ്കാരം, ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അതിനെതിരായി അത് പറയുമ്പോൾ കുറേ സംസ്കൃത വാക്കുകളും കുറേ മുസ്ലിം രീതികളും കുറേ ഫാക്ഷനും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ശരിയല്ല. അതാണ് രാഹുൽ ഈശ്വർ, താങ്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതായത് 2 അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. ഒരു അമിക്കസ് ക്യൂറി അനുകൂലമായ വാദം അതായത് അമിക്കസ് ക്യൂറിയിൽ 2 അമിക്കസ് ക്യൂറികളിൽ 2 അഭിപ്രായം എത്തി. ഇത്തരത്തിൽ 2 അഭിപ്രായം പറയുന്നു. താങ്കൾ പറയുന്ന ആ മുയലിന്റെ കൊമ്പ് വിടൂ, കാലം മാറി. താങ്കൾ ന്യൂ ജനറേഷന്റെ കൂടി വക്താവല്ലേ പല കാര്യങ്ങളിലും. ഇവിടെ എന്താ അത് പോകുന്നു? സ്ത്രീകൾ കേറട്ടെ. അത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ലംഘനമാകാത്ത വിധമായിക്കൂടെ? ആ പരിപ്രേക്ഷ്യത്തിലേക്ക് ലോകമെത്തി രാഹുൽ. അതാണ് ശ്രീ രാജഗോപാലൻ നായർ പറഞ്ഞത്. അല്ല, ഇത് കാലം മാറി എന്ന് പറയുന്നതിന് എന്തർത്ഥമാ? അങ്ങനെയാണെങ്കിൽ 15 വർഷം കഴിഞ്ഞ് പുരുഷന്മാരായിരിക്കുമോ ആറ്റുകാൽ പൊങ്കാലയിടാൻ കൂടുതൽ വരുന്നത്? സാറ് പറഞ്ഞ കാര്യം, രാജഗോപാൽ നായർ സാർ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അനാചാരങ്ങൾ മാറ്റണം. പക്ഷേ ആചാരമേതെന്ന് ആര് തീരുമാനിക്കും? വിശ്വാസികൾക്കല്ലേ തീരുമാനിക്കേണ്ടത്. 2 ചന്ദ്രിക മാഡം പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതി അതുകൊണ്ടല്ലേ ആ വാദഗതി തെള്ളിയത്. ബ്രിട്ടീഷുകാരുടെ രേഖകൾ അന്ന് ദേവസ്വം ബോർഡിന്റെ ഇല്ലായിരുന്നു, ഞാനത് കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. 1816 യുവതികൾ കയറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നത്. പക്ഷേ 10 വയസ്സിന് താഴെ, 50 വയസ്സിന് മേളിൽ. അപ്പം പോവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല. ഇനി 2, രാജഗോപാൽ നായർ സാറിനും ഇവിടെ ഇരിക്കുന്ന സ്വാമിജിക്കും നന്നായിട്ട് അറിയാം ഓരോ അമ്പലത്തിലെ പ്രതിഷ്ഠാഭാവവും പ്രതിഷ്ഠാ സങ്കല്പവും എന്താണെന്ന്. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലേ എന്ന് പറഞ്ഞ് മറ്റൊരു കോവിലിലെ അയ്യപ്പന്റെ അടുത്ത് എല്ലാവർക്കും പോവുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ കോർ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരാൾക്ക് ശബരിമലയെ വരാതിരിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. പക്ഷേ അയാളുടെ വിശ്വാസങ്ങൾ ശബരിമലയിൽ അടിച്ചേൽപ്പിക്കുന്ന എന്തിനാണ്? ശബരിമലയുടെ വിശ്വാസത്തിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക്, സിസ്റ്റത്തിൽ താല്പര്യമില്ലാത്ത, വേറെ പോകാൻ അയ്യപ്പന്റെ തന്നെ അമ്പലങ്ങളുണ്ടല്ലോ. പക്ഷേ ശബരിമലയിൽ കയറണമെന്ന് ഒരു വിശ്വാസിയല്ലാത്ത ഫെമിനിസ്റ്റുകളും തൃപ്തി ദേശായിയും കടുംപിടുത്തം പിടിക്കുന്നത് അവരുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇതിൽ അടിച്ചേൽപ്പിക്കാനാണ്. കാലാന്തരത്തിൽ മാറേണ്ട എന്ത് വിശ്വാസമാണ് ശബരിമലയിൽ ഉള്ളത്? മഹാരാജാവിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മുമ്പ് എല്ലാ ജാതികൾക്കും അവിടെ പ്രവേശനമില്ലേ? അവിടെ ഒരു ഇസ്ലാമിക ഷ്രൈൻ ലോകത്ത് ഒരു അമ്പലത്തിലും ഇല്ലാത്ത രീതിയിൽ ഒരു മുസ്ലിം ഷ്രൈൻ ഇല്ലേ? ഏറ്റവും വലിയ സെക്കുലർ സ്പേസ് അല്ലേ?
അപ്പൊ ശബരിമലയെ ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ ഫെമിനിസ്റ്റുകൾ ശ്രമിക്കുമ്പോ കേരള ഗവൺമെന്റ് ഫെമിനിസ്റ്റുകൾ മാത്രമാണോ ശബരിമലയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ മുസ്ലിം ദേവാലയം ശിവന്റെ ഭൂതങ്ങളുടെ ദേവാലയമാണെന്ന് വർത്തിച്ചുകൊണ്ടെത്തുന്നവരില്ലേ, അവരതിനെ ഇടിച്ചു താഴ്ത്തുന്നതാണെന്ന് പറഞ്ഞ് താങ്കൾ രംഗത്തെത്തിയില്ലല്ലോ. അപ്പോൾ താങ്കൾക്കും അതിൻ്റെതായ ഒരു വർഗ സ്വഭാവം അവിടെ കാണിക്കുന്നു. താങ്കൾ വർഗ സ്വഭാവം കാണിക്കുന്നു എന്ന് ഒരിക്കലും താങ്കൾ ആക്ഷേപിക്കുന്നില്ല. താങ്കൾക്ക് വാദം നിരത്താൻ കൂടുതൽ സമഗ്രമാകാൻ ശ്രീ രാഹുൽ ഈശ്വർ ചോദിക്കൂ. ഹാജി ദർഗയിൽ താങ്കൾ നേരത്തെ പറഞ്ഞു ശരിയല്ലാന്നും രാഹുൽ തന്നെയാണെന്നും എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഈ കൈരളി ചർച്ചയ്ക്കടക്കം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ തെറ്റിദ്ധരിപ്പിക്കരുത്. ശബരിമലയിൽ വാവരാണ്, അത് വാവരല്ല വാപരനാണെന്ന് ചില ആൾക്കാർ പച്ചക്കള്ളം പറയുകയാണ്. മനസ്സിൽ വർഗീയത ഉള്ളത് കൊണ്ട് പറയുകയാണെന്ന് കൈരളി അടക്കമുള്ള പല ചാനലുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശബരിമലയ്ക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. പല ആൾക്കാരും ശബരിമലയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വർഗീയ ലക്ഷ്യങ്ങൾക്കും ശരി അങ്ങനെയാണെങ്കിൽ രാഹുൽ ശബരിമല കേരളത്തിൻ്റെതായ ഒരു പൊതു ഇടമാണ്, അല്ലെങ്കിൽ ഒരു പൊതു ആരാധനാലയമാണ്. എല്ലാവരും അഭിമാനത്തോടു കൂടി മലയാളി എന്ന നിലയിൽ പുറത്തു പറയുന്നതാണ്. ആ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കാം. നിരീശ്വരവാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാറ്റിവെക്കാം. ഹാജി ദർഗയെ സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞു അവരൊരു വലിയ വേലത്തരം കാണിച്ചതാണെന്ന്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, അതും മാറ്റിവെക്കാം. സുപ്രീം കോടതി സ്ത്രീകളെ അവിടേക്ക് പ്രവേശനം അനുവദിച്ച ആ വിധിയെ, ആ ഉത്തരവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സഹോദര, ഞാൻ വെറുതെ പറയുന്നതല്ല. ഹാജി അലിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിന്റെ മേമൻ അടക്കമുള്ള അഡ്വക്കേറ്റ്സിനോട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് ഹാജി അലി പേഴ്സണലി പോയ വ്യക്തിയാണ്. ഹാജി അലി ആണ് ആ കേസിൽ ജയിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് അവിടെ ഇക്വാളിറ്റി കൊടുക്കണമെന്നാണ്. ഹാജി അലി പറഞ്ഞു ഞങ്ങൾ പുരുഷന്മാരെ സ്ത്രീകളെ രണ്ടുപേരെ അകത്ത് കയറ്റുന്നില്ല. എന്നിട്ട് വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, ഞാൻ വേലത്തരവൊന്നും പറഞ്ഞില്ല, എനിക്ക് ഹാജി അലിക്കാരെ അഭിമാനമാണ്. നമ്മുടെ ഗോപാൽ സുബ്രഹ്മണ്യമാണ് വാദിച്ച് ജയിച്ചത്. ഹാജി അലിക്ക് വേണ്ടി ഗോപാൽ സുബ്രഹ്മണ്യം പറഞ്ഞ 4 വരികൾ ഇതാണ്: ഞാൻ പുരോഗമനവാദത്തിൽ വിശ്വസിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയും ഖുറാനും എല്ലാ സമത്വം നൽകുന്നുണ്ട്. എന്നിട്ട് അവസാന വരിയായിട്ട് എഴുതി ചേർത്തു, അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ ഇക്വാളിറ്റി ഉണ്ടാകും, സ്ത്രീയും പുരുഷനും രണ്ടുപേരും അകത്ത് കയറണ്ട, പള്ളിയിലെ ആ പൂജാരിമാർ, ആ മസർമാർ മാത്രം അകത്ത് കയറിയാൽ മതി. രാഹുൽ അവിടെ നമുക്കെത്താം. അതായത് പുരുഷനും സ്ത്രീക്കുമുള്ള സമത്വമോട് അംഗീകരിക്കപ്പെട്ടു. താങ്കൾ പറഞ്ഞു സാങ്കേതികമായി അവർ അതിനെ അതിജീവിച്ചു, അതിന്റെ ഉള്ളിലേക്ക്, ദർഗയ്ക്കുള്ളിലേക്ക് കയറാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ സാങ്കേതികമായി പുരുഷനെ കൂടി മാറ്റി സ്ത്രീയെയും പുരുഷനെയും തതുല്യമാക്കിയല്ലോ. ആ നിലപാടിലേക്ക് എത്തിയത് ഇവിടുത്തെ നിയമപരമായ ഫൈറ്റിങ്ങും സുപ്രീം കോടതിയുടെ വിധിയുമാണല്ലോ. ആ വിധിയെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ വിധി താങ്കൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യം. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നില്ല. കാരണം സ്ത്രീകളുടെ ജെനുവിൻ വിഷയം ശബരിമല ഹാജി അലി അല്ല. ഫീമെയിൽ ഫീറ്റിസൈഡ്, ലാക്ക് ഓഫ് സാനിറ്റേഷൻ, ലാക്ക് ഓഫ് ടോയ്ലറ്റ്, വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങളാണ്. ഇനി ഞാൻ ചാനലിൽ തുറന്നു പറയുന്നതുകൊണ്ട് മടി തോന്നരുത്, കാര്യം ഇവിടത്തെ ആരും മലയാളം കേട്ട് സംസാരിക്കില്ല. ഇനി ഞങ്ങളും ഒരു വളഞ്ഞ വഴി കണ്ടുവച്ചിട്ടുണ്ട്. അവസാനം വേറൊന്നും നമുക്ക് നടന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും 41 ദിവസം വ്രതമെടുത്ത് വരുന്ന ആർക്കും കയറാം. യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം എന്നൊരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. ഒരു ആത്മാർത്ഥത ഇല്ലാതെ പറയുന്നതാണ്. പക്ഷേ അതായത് ശ്രീ അയ്യപ്പനും വാവരുമൊക്കെ ഒരുപക്ഷെ നമ്മൾ വിശ്വാസികളായിരിക്കില്ല, അല്ലെങ്കിൽ വിശ്വാസികളാകാത്തവരുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് വാവരും അയ്യപ്പനും ഒക്കെ സ്പിരിച്വാലിറ്റിയുടെ വലിയ തലങ്ങളിലേക്ക് എത്തുന്നവരാണ്. മാതൃത്വത്തിന്റെ ആ വലിയ ഭാവത്തെ എടുത്തു മാറ്റിയവരാണ് എന്ന് പറഞ്ഞുള്ള ഒരു വേലത്തരം കാട്ടാം ഇതിനെ അതിജീവിക്കാൻ എന്ന് പറയുന്നിടത്ത് തന്നെ താങ്കളുടെ ഉദ്ദേശം പൊളിഞ്ഞില്ലേ? അവിടെ താങ്കളുടെ ഉദ്ദേശം സതുദ്ദേശമല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ താങ്കൾക്ക് എതിരെ അഭിപ്രായമുണ്ടോ? ഇവിടെ മാതൃത്വത്തിന്റെ എന്ത് ചോദ്യങ്ങളാ വരുന്നത്? ഇവിടെ മാതൃത്വത്തിന്റെ ചോദ്യം എവിടെയാണ്? ഗർഭപാത്രം എടുത്തു മാറ്റണം എന്ന പരാമർശം പോലും ശ്രീ രാഹുൽ ഈശ്വർ, കേട്ടിട്ടില്ല. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി. തെറ്റിദ്ധരിപ്പിക്കരുത്, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. മുമ്പ് സമാനമായ ഒരു കേസ് വന്നിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തതാണെന്നും ശബരിമലയെ കയറാൻ അവകാശം വേണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഹൈക്കോടതിയിൽ പോയിരുന്നു. അന്ന് അവർ പറഞ്ഞ വാദഗതിയാണ് ഞാനിത് എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന്. ഇനി അങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കേണ്ടി വരുന്നത് 50 വയസ്സെത്താത്ത ഒരാൾ അത്തരത്തിൽ ഗർഭപാത്രം മാറ്റിയാൽ അവരെ കയറ്റാൻ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ വാദം എന്താണ്? അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്.
അല്ല ഇത് വേണമെന്നല്ല സാർ പറയുന്നത്. പക്ഷേ നമ്മൾ അല്ല രാഹുലിന്റെ വാദം എന്ത്? രാഹുൽ 50 വയസ്സെത്താത്ത ഒരു സ്ത്രീക്ക് ഗർഭപാത്രം റിമൂവ് ചെയ്തു എങ്കിൽ അവരെ പ്രവേശിപ്പിക്കാമോ ശബരിമലയിൽ? അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാകുമോ? അല്ല, ഇപ്പം നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടില്ല, ഒരു പ്ലാൻ ബി ഉണ്ടാക്കുകയാണ്. ഞാനത് തുറന്നു പറയുന്നത് ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളതുകൊണ്ടാണ്. മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ന്യായമില്ല. അവർ അന്യായം വാദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാൻ ബി വേണമെന്ന അർത്ഥത്തിലാണത് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കാര്യം അപ്പുറത്ത് നിൽക്കുന്നവർ അയ്യപ്പൻ ആരാന്നോ ശബരിമല ആരാന്നോ ഗൂഗിളിൽ പോലും കാണാത്തവരാണ്. നമ്മളുടെ അമ്പലത്തിന് മേൽ കുതിര കയറാൻ വേണ്ടി കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നു എന്നതിനപ്പുറം ഇത് വാദിക്കുന്ന ആരാ? ഇന്ദിരാ ജയസിംഗിനെ പോലുള്ള എത്തിയിസ്റ്റുകളും ഫെമിനിസ്റ്റുകളുമാണ്. ഇവർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നാണ്. വിശ്വാസം ഇല്ലാത്തവർ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി അമ്പലത്തിൽ വരാൻ നോക്കുന്നത്? വിശ്വാസമുണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ നിലപാട് ഇതാണെങ്കിൽ വിശ്വാസമില്ലാത്തവർ ആ സ്ത്രീയുടെ അവകാശം സംബന്ധിച്ച് അത് സ്ത്രീയുടെ തെരഞ്ഞെടുപ്പിന്റെ അവകാശമല്ലേ? എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകണ്ട എന്നുള്ളത്. ഒരുപക്ഷെ രാഹുൽ പറയുന്നത് രാഹുൽ കൂടി ശ്രദ്ധിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. ശബരിമലയിൽ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ടോ? രാഹുൽ ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2012 ഞാനുള്ളപ്പോൾ ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ വന്നു. തടഞ്ഞോ? ഞാനുമായി തന്നെ കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുത്തു. തടയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോയി. അവർ തടയാൻ കഴിയുമോ നമുക്ക്? ഞാൻ വേറൊന്നും കൂടെ പറയട്ടെ. നേരത്തെ ഇത് സംഭവിച്ച കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരോട് സംസാരിച്ച് നോക്കൂ. മറ്റൊന്ന്, ശബരിമലയിൽ തന്നെ ഒരുപാട് ആചാരങ്ങൾ അനാചാരങ്ങളായി മാറാൻ മാറി വരുന്നുണ്ട്. അതിലൊന്നാണ് പമ്പയിൽ അഴുക്ക് വസ്ത്രം ഉപേക്ഷിക്കുന്നത്. എന്താചാരം എന്ന് തുടങ്ങി? അത് നിരോധിക്കണ്ടേ? അത് നിരോധിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടു. ഗവൺമെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫലപ്രദമായി ആരും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. അത് അത്യാവശ്യമല്ലേ നിയന്ത്രിക്കണ്ടേ? രാഹുൽ ഇപ്പോൾ ശബരിമലയിൽ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം. മരക്കൂട്ടം മുതൽ സന്നിധാനത്തിന് ഏകദേശം നടപ്പന്തലെത്തുന്നത് വരെ എല്ലാ മരങ്ങളിലും ഒരു തൊട്ടിൽ കെട്ടി തൂക്കിയിരിക്കുന്നത് കാണാം. കല്ലിട്ടാട്ടുന്നു. പുതിയൊരു ആചാരമാണ് തുടങ്ങിയിരിക്കുന്നത്. അറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, നേരത്തെ സ്വാമി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്, ചാരായം നിരോധിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ബോർഡറിൽ ആര്യങ്കാവിലൊരു ക്ഷേത്രത്തിൽ തമിഴ്നാട്ടുകാരായ ആളുകൾ വന്ന് അവിടെ ഇരുന്ന് ആടിനെ വെട്ടി അവിടെ വെച്ച് ഇറച്ചി ഉണ്ടാക്കി അതും മദ്യവും ചേർത്ത് കഴിക്കുന്നത് ഒരു ആചാരമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മദ്യനിരോധനം 90 കാലഘട്ടത്തിൽ വന്നല്ലോ. AK ആൻ്റണിയുടെ കാലത്ത് ചാരായ നിരോധനം വന്നു. അപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരോധിക്കുന്നത്. അപ്പോൾ നിരോധിക്കണ്ടായിരുന്നോ? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. കോഴിയാണ് കൊണ്ട്. അതിനകത്ത് രാഹുൽ ആദ്യം മുതൽ രാഹുലും അയ്യപ്പ സേവാ സംഘമൊക്കെ മുമ്പോട്ട് വെക്കുന്നത് ഇതാണ്. അതായത് നാരി പൂജയിൽ പുരുഷൻ പങ്കെടുക്കാറില്ലല്ലോ. ക്ഷേത്രങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ആചാര നിബിഡമാണ് ഇവിടം. അത് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെ തന്നെ വാദം ആ പ്രതിഷ്ഠയിൽ വ്യത്യസ്തമായ വാദങ്ങളുണ്ട്. ശബരിമല അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരി. അവിടെ മാളികപ്പുറമുണ്ട്. കുറച്ചകലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ പൂർണ്ണയും പുഷ്കലയുമായിട്ടുണ്ട്. അത് പിന്നെ വിവാഹം കഴിഞ്ഞതാണെന്നും അല്ലെങ്കിൽ വിവാഹത്തിന് ഉള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ മുടങ്ങിയതാണെന്നും ഇതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ പ്രദേശത്ത് ഓരോ രീതിയിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും ഭംഗം വരുത്തണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഇത് ആവശ്യമില്ലാത്ത ഒരു വിവാദമാക്കി ഇതിനെ മാറ്റരുത്. കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുതുതായി കൊണ്ടുവന്ന ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് പ്രചരണം നടത്തരുത്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അതായത് ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. 90-ൽ കൊടുത്ത അഫിഡവിറ്റ് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞു ഇതിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് അധികാരമുണ്ട് എന്ന്. അതിനു മുമ്പും അത്തരത്തിൽ അഫിഡവിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2007 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2012 ആയപ്പോൾ ദേവസ്വം ബോർഡ് അഭിപ്രായം മാറ്റുകയാണ് ചെയ്തത്, ഗവൺമെൻറ് അല്ല. കേരള ഗവൺമെൻറ് വീണ്ടും ഈ വർഷം ആയപ്പോൾ
സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് തന്നെയാണ്. എന്ന് തന്നെ. അതായത് അഡീഷണൽ consistent ആയ ഒരു അഫിഡവിറ്റ് പക്ഷേ സ്റ്റാൻഡാണ്. ഇടയ്ക്ക് UDF സർക്കാരിന്റെ കാലത്തുള്ള അഡീഷണൽ അഫിഡവിറ്റ് ആണ് ഇതിന് അഡീഷണൽ വിരുദ്ധമായി. അഫിഡവിറ്റ് ആണത്. അതാണ് അഡീഷണൽ അതാണ് അഫിഡവിറ്റ്. എല്ലാ അർത്ഥത്തിലും. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, താങ്കളിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം പ്ലീസ്. ചർച്ച തുടരുമ്പോൾ ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അതായത് കോടതിയിൽ നോക്കൂ, ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ നോക്കൂ. 2007 VS അച്യുതാനന്ദൻ LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന സത്യവാങ്മൂലം ഇപ്പോൾ കൊടുത്ത സത്യവാങ്മൂലത്തെ പിന്താങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തേത് അന്നത്തേതിനെ പിന്താങ്ങുന്നതാണ്. ഇടയ്ക്കെത്തിയ UDF സർക്കാരാകട്ടെ ഒരു അഡീഷണൽ അഫിഡവിറ്റ് എന്ന നിലയിൽ അതിനെതിരായി ആചാരത്തെ ഭംഗിക്കുന്നതാണിത് എന്ന അർത്ഥത്തിൽ കൊടുക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടെ നിയമപരമായി അമിക്കസ് ക്യൂറി 2 പേരെ നിയമിച്ചു. ഒരാൾ പ്രവേശനമാകാമെന്നും ഒരു അമിക്കസ് ക്യൂറി പറയുമ്പോൾ മറ്റൊരു പ്രവേശനമാകില്ല, ആയിക്കൂടാ എന്നും പറയുന്നു ആചാരങ്ങളെ. ഇപ്പോൾ ശ്രീ രാജഗോപാലൻ നായർ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളുടെ ഘട്ടത്തിലെത്തുമ്പോൾ മാറുന്നു. മറുവശമായി രാഹുൽ സൂചിപ്പിച്ചതും ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് നാരീ പൂജയിൽ പുരുഷൻ പങ്കെടുക്കാറില്ല. അത്തരത്തിൽ ഒരു ആചാര വൈശിഷ്ട്യമാണ് ശബരിമലയ്ക്ക് പ്രത്യേകമായുള്ളത്. അതിനകത്തേക്ക് കടന്നു കയറാനാണ്. പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഈ രീതിയിൽ ചർച്ച തുടരുകയാണ്. ഇവിടെ എവിടെ ഒരു അവസാനം? അതിന് ദർശനപരമായി കൂടി ഒരു ആഖ്യാനം എഴുതി ചേർത്താൽ ശ്രീ ബോധി. അല്ല, ഇതിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് രാഹുൽ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ അദ്ദേഹം അറിയാതെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പേര് പറയില്ല എന്ന് പറഞ്ഞു, പക്ഷേ CPM-ൻ്റെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. BJP-യുടെ പേര് പറയാനാണ് അദ്ദേഹത്തിന് മടി എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഒരർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ അതിലേക്ക് കടക്കുകയല്ല, ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. അതായത് ഓരോ ദിക്കിലും ഓരോ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾക്ക് അധിഷ്ഠാനമായിട്ടുള്ള ഒരു ദർശനമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ 1990-ലാണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് വളരെ പഴക്കമുള്ള അയ്യപ്പ സേവാ സംഘം പ്രവർത്തകനും ഒരുപാട് അയ്യപ്പ കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ആളും, എവിടെ വിളി പൊങ്ങുന്നിത് അവിടെ ഭഗവാൻ വരും തുടങ്ങിയ കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ആളും, അനേകായിരം അയ്യപ്പന്മാരുടെ ഗുരുവും പെരിയസ്വാമിയും ഒക്കെയായ എൻ്റെ ഗുരുനാഥൻ മഹർഷി കൃഷ്ണകുമാർ, അദ്ദേഹം എനിക്ക് കെട്ട് നിറച്ച് തരാൻ തീരുമാനിച്ചു. കെട്ട് നിറയ്ക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ, അവരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെൻസസ് പീരീഡായിരുന്നു, തീണ്ടാരിയായി. അവൾക്ക് എൻ്റെ കെട്ടുനിറ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് അവളെ വിളിച്ചുകൊണ്ടൊരു നിർത്തി കെട്ട് നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവർക്കും അതൊരു വലിയ അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന് കെട്ട് നിറയ്ക്കുന്ന സ്ഥലത്ത് ഒരു തീണ്ടാരിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. അദ്ദേഹം CPM-ൻ്റെ മെമ്പറായതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്താണ് ശരണം വിളിക്കുന്നത്? അയ്യപ്പ ദൈവമേ ശരണമയ്യപ്പ എന്നാണ്. അയ്യപ്പൻ ദൈവമാണെങ്കിൽ അയ്യപ്പൻ എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ് സന്യാസം എന്ന് പറയുന്നത്. മറ്റെല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് കെട്ടെടുത്ത് പോകുന്ന ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഭഗവാനെ എന്ന് വിളിച്ചാൽ ഉടനെ വിളിക്കുന്നത് ഭഗവതിയെ ശരണമയ്യപ്പ എന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക, നമ്മളെ ഒരു ശങ്കരാചാര്യരെ പോലെ ഒരാളാണ് അയ്യപ്പൻ എന്ന് വിചാരിക്കരുത്. അങ്ങനെയാണ് രാഹുൽ ഈശ്വർ വിചാരിക്കുന്നത് എങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതാണ് കോടതി ചോദിച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രമാണോ ഇത് മഠമാണോ എന്ന്. ഇപ്പം ശങ്കരാചാര്യ സ്ഥാനത്ത് ഇപ്പം അമൃതാനന്ദമയി ഇവിടുത്തെ വലിയ ആചാര്യാണെന്നാണല്ലോ പറയുന്നത്, വലിയ ആധ്യാത്മിക പ്രതിഭയാണ് എന്നൊക്കെ P. പരമേശ്വരനെ പോലുള്ള ആളുകൾ ലേഖനം എഴുതുന്നുണ്ട്. എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ അമൃതാനന്ദമയി വിചാരിച്ചാൽ എന്താണ് സംഭവിക്കുക? അമൃതാനന്ദമയി വിചാരിച്ചാൽ നടക്കാത്ത ലോകത്തിൽ ഒരു കാര്യമുള്ളൂ. അവർക്ക് ശങ്കരാചാര്യ പീഠത്തിലെ മഠാധിപതിയായിട്ട് ഇരിക്കണം എന്ന് അവർ വിചാരിച്ചാൽ അവർക്ക് നടക്കില്ല. അമൃതാനന്ദമയി വലിയ ആളാണ്, ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രസംഗിച്ച ആളാണ്. പക്ഷേ ഏതെങ്കിലും ശങ്കരപീഠത്തിലെ മഠാധിപതി സ്ഥാനത്തേക്ക് അമൃതാനന്ദമയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്മാർ എതിർക്കും. കാരണം അതൊരു മഠമാണ്.
കാരണം ശങ്കരാചാര്യർ എഴുതി ചേർത്ത നിയമവ്യവസ്ഥകളുണ്ട്. അവിടെ സ്ത്രീകൾ ഒരിക്കലും മഠാധിപകൾ ആവാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു മഠമല്ല ശബരിമല സന്നിധാനം. അതൊരു ദൈവ സന്നിധാനമാണ്, ഈശ്വര സന്നിധാനമാണ്. ഈശ്വരൻ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് സന്യാസിയാണ് എന്ന് പറയാനാവില്ല. സന്യാസം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ഭാവമാണ് എന്ന് പറയാൻ പറ്റും. അതാണ് മഠമാണോ ക്ഷേത്രമാണോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചതും രാഹുലിനോട്. കോടതിയും ഇന്ന് ആരായുകയും ചെയ്തു. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അതായത് സ്ത്രീകളുടെ വലിയ അഭിലാഷമാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരുണ്ട് ശബരിമലയിൽ കയറണമെന്ന്. പക്ഷേ നിയമപരവും ജനാധിപത്യപരവുമായി ഒരു സർക്കാർ, ഒരു സംവിധാനം ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണ്? ഒരിക്കൽ കൂടി ഇത് ചർച്ചയിലേക്ക് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി LDF-നോടും CPM-നോടും വിയോജിപ്പുകൾ ഉണ്ട് എങ്കിലും ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് ഇന്ന് പറഞ്ഞ സത്യവാങ്മൂലത്തെ പിന്തുണയ്ക്കുന്ന ആ നിലപാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ശബരിമല ശ്രീ അയ്യപ്പൻ എന്നുള്ളത് കൊണ്ട് സ്ത്രീ പ്രവേശം ഒരു പ്രത്യേക പ്രായത്തിലുള്ളവർക്ക് പാടില്ല എന്ന് വാദിക്കുന്നവരുടെ മുന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ഭഗവത് സങ്കല്പത്തിൽ ഒരു കാരണവശാലും മനുഷ്യന്റെ ഏതെങ്കിലും രീതിയിലുള്ള സാന്നിധ്യമോ മറ്റേതെങ്കിലും രീതിയിലുള്ള സമീപനമോ ഒരിക്കലും ഭഗവാനെ സ്പർശിക്കുക പോലുമില്ല. മറിച്ച് എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഈശ്വര കടാക്ഷം നൽകുക, ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാകുക എന്നത് മാത്രമാണ് ദൈവിക സങ്കല്പം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്നത് പച്ചയായ വിവേചനമല്ലാതെ മറ്റൊന്നുമല്ല. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളുടെയോ അപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അത്തരമൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സാധൂകരിക്കാൻ കഴിയുന്ന കൃത്യമായ യാതൊന്നും ഇല്ലാതെ, അഥവാ ഈ ശബരിമല സ്ത്രീ പ്രവേശത്തെ എതിർക്കുന്നവർ പറയുന്നത് പോലെ അവർക്കൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീ പ്രവേശത്തെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റപ്പെടേണ്ടതാണ്. പ്രായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ശാരീരിക പ്രക്രിയ കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ മാറ്റി നിർത്തുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല. മുൻകാലത്ത് 41 ദിവസത്തെ വ്രതമുള്ള സമയത്താണ് എങ്കിൽ അവർ വാദിക്കുന്ന വാദം ശരിയാണ്. ഇന്നത്തെ കാലത്ത് നിശ്ചയമായും അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അതാണ് ശ്രീ ബിന്ദുകൃഷ്ണ, രാഹുൽ ഈശ്വർ നമ്മുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ചർച്ചയിലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ 41 ദിവസത്തെ വ്രതം ഞങ്ങൾ ശക്തമാക്കും. ഹാജി ദർഗയിൽ സ്ത്രീ പ്രവേശനത്തെ നിയമപരമായി സാധൂകരിക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കാൻ അവർ ചില തന്ത്രം പ്രയോഗിച്ചു. ആ തന്ത്രത്തിന്റെ മാതൃകയിൽ ഇവിടെ പല തന്ത്രങ്ങളും ഞങ്ങളും അനുഷ്ഠിക്കാൻ ശ്രമിക്കും. 41 ദിവസത്തെ വ്രതം ആണ് അതിലൊന്ന്. 2, ഗർഭപാത്രം റിമൂവ് ചെയ്തതാണ് എങ്കിൽ സ്ത്രീക്ക് അവിടെ പ്രവേശിക്കാം ഇത്യാദി ക്രൂരമായ ഒരു നിലപാടിലേക്ക് വേണമെങ്കിൽ പോകും എന്ന ക്ലോസാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ശബരിമല ശ്രീ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ഗർഭപാത്രം മാറ്റുവാൻ അയ്യപ്പ സ്വാമികൾ പറയില്ല. അങ്ങനെ പറയുന്നവർ തികഞ്ഞ യാഥാസ്ഥിതിക, അതിനും അപ്പുറത്തേക്ക് മനുഷ്യവിരുദ്ധമായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ എന്നോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ആരെങ്കിലും പറയുന്നവരോട് ഞാൻ അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന വാദത്തെ, സ്ത്രീ പ്രവേശത്തെ എതിർക്കുന്നവർ പറയുന്നത് അവർ ശബരിമല വിരുദ്ധരാണ് എന്ന്. ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾ ശബരിമല വിരുദ്ധരാണ് എന്ന്? വൃശ്ചിക 1-ാം തീയതി വരാൻ പോവുകയാണല്ലോ. വൃശ്ചിക 1-ാം തീയതി മുതൽ തുടങ്ങുന്ന മണ്ഡല വ്രതകാലത്ത് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ ഭജിക്കുന്ന ഞങ്ങള് ഹൈന്ദവ വിശ്വാസികളല്ലെന്നോ ഈശ്വരന്റെ വിശ്വാസികളല്ലെന്നോ അയ്യപ്പ ഭക്തരല്ലെന്നോ വിധിക്കാൻ ഇവരൊക്കെ ആരാണ്? അതാണ്, അത് കാതലായ ചോദ്യം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ അവിടെ തന്നെ നിയമപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത് നോക്കൂ. ഇന്ന് കോടതി ഇത് പരാമർശിക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിൽ എന്താ ദേവസ്വം ബോർഡ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതെന്ന്. ആദ്യം നൽകിയ ഒരു അഫിഡവിറ്റ് 2007 LDF സർക്കാരിന്റെ കാലത്ത്. രണ്ടാമത് ഇപ്പോൾ ഒരു അഫിഡവിറ്റ് നൽകുന്നു. ഈ അഫിഡവിറ്റ് ആദ്യ അഫിഡവിറ്റിനെ പിന്താങ്ങുന്നതാണ് എന്നതാണ് കോടതി ഇത് പറയാൻ കാരണം. ഇടയ്ക്ക് UDF സർക്കാരിൻ്റെ കാലത്ത് നൽകിയ അഡീഷണൽ അഫിഡവിറ്റാണ്. ആ അഫിഡവിറ്റിൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് എഴുതി ചേർത്തത്. ഈ 2 തർക്കങ്ങൾ 2 വിഭാഗങ്ങളായി ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം ഊർജം നൽകുന്നു, താങ്കൾ പറഞ്ഞ എതിർ വിഭാഗത്തിന് മാത്രം ഊർജം നൽകുന്നതായിപ്പോയി UDF-ന്റെ അഡീഷണൽ അഫിഡവിറ്റ്. അങ്ങനെ വിലയിരുത്തിക്കൂടെ? കേവലം UDF-ന്റെ അഡീഷണൽ അഫിഡവിറ്റ് മാത്രമല്ല, അജിംഷാ താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രൻ എടുത്ത നിലപാട് എന്തായിരുന്നു? അദ്ദേഹം എടുത്ത നിലപാട് മുൻ UDF സർക്കാരിന്റെ
അഡീഷണൽ സത്യവാങ്മൂലത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ നിലപാടാണ്. പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാട് ഉണ്ടാകാം, പക്ഷേ സർക്കാരിന്റെ നിലപാട് ഇതാണ് എന്ന് കേരള സമൂഹത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ലേ. പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം തന്നെ 2 നിലപാടായി. ചാഞ്ചാട്ടം പാടില്ല, ഒരു നിലപാടെടുക്കണമെങ്കിൽ നിശ്ചയമായും അങ്ങനെയുണ്ടോ ശ്രീ രാജഗോപാലൻ നായർ? അങ്ങനെയുണ്ടോ? രാജഗോപാലൻ നായർ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യം നടത്തുന്ന പ്രസ്താവന സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാൻ തക്കവണ്ണമുള്ള സ്റ്റാൻഡ് ഈ കേസിൽ ഗവൺമെന്റ് എടുക്കും എന്ന് തന്നെയാണ്. അതിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ബിന്ദു കൃഷ്ണ ശക്തമായി അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൃത്യമായി ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്ത്രീ വിമോചനവും സ്ത്രീ സ്വാതന്ത്ര്യവും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സുഗതകുമാരി ടീച്ചറിന്റെ പ്രസംഗം. ടീച്ചർ പറഞ്ഞ ഈ വിഷയത്തിനെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞത് എന്താ? ശബരിമലയിൽ സ്ത്രീകൾ നിരോധിക്കരുത്, വേണമെന്നുള്ളവർ പോട്ടെ, പരമാവധി രാഷ്ട്രീയ പരിമിതിയെ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. വളരെ നന്ദി ശ്രീ ബിന്ദു കൃഷ്ണ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, സഹകരിച്ചതിന്. ഒരു ഇടവേള കൂടി. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, കാലം മാറുന്നതനുസരിച്ച് ഒന്നും സ്ഥായിയായില്ല. നമ്മുടെ പരിണാമങ്ങൾ ഒക്കെ അനുവദിക്കുന്ന ഒന്നാണ്. ഒരു പുഴയിൽ ഒരു വട്ടം മാത്രമേ നമുക്ക് മുങ്ങാനാകൂ. അങ്ങനെ കാലം മാറുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ അല്ലാത്തവർ ഒഴുക്കിൽപ്പെട്ടു പോകും. നേരത്തെ ശ്രീ രാജഗോപാലൻ നായർ സൂചിപ്പിച്ചതും അതുതന്നെയാണ്. അവിടേക്ക് തന്നെ എത്താം. അപ്പോൾ ബിന്ദു കൃഷ്ണ പോലും ഇത്തരത്തിലൊരു നിലപാട് തുറന്നു പറയുകയാണ്. സ്ത്രീകൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർക്ക് പോകാനാകണം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ സ്ത്രീകൾ പോലും മാറി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതുകൂടി നമ്മൾ ഈ കാലത്തിൻ്റെതായി വായിച്ചെടുക്കേണ്ടേ ശ്രീ ബോധി? അങ്ങനെ ഒരു മാറ്റം ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, തുടരൂ, കേൾക്കാം. ഹലോ, കേൾക്കാം ശ്രീ. ഞാനതാണ് തുടക്കത്തിലെ പറഞ്ഞത്. അതായത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന നിലയിലുള്ള ഒരു സങ്കല്പം നിലനിൽക്കുന്ന സന്നിധിയിൽ അങ്ങനെ വേണ്ടതില്ല എന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി നിലപാട് എടുക്കുമ്പോഴും സർക്കാർ മുൻകാലങ്ങളിൽ എന്നതുപോലെ ക്ഷേത്രാചാരങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള നിയമ നടപടികൾ എടുക്കുകയും അതിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ ഒരു ജനാധിപത്യ പൗരൻ എന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വത്തോടും കൂടി ആശ്ലേഷിക്കും, സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് ഉള്ള അവഗണനകൾ എല്ലാ മേഖലയിലും മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ പോലും ഒരുപക്ഷെ ഹിലരി ക്ലിൻ്റൺ എന്ന് പറയുന്ന വനിതാ പ്രസിഡന്റ് ആദ്യമായിട്ട് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ നിലപാട്. തീർച്ചയായും അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ശ്രീ രാജഗോപാലൻ നായർ, നമുക്ക് ചർച്ചയുടെ അവസാനം അതിലേക്ക് തന്നെ എത്താം. അതായത് തുല്യതാവാദം പരിഗണിക്കുന്ന ആർട്ടിക്കിൾ 14 അല്ല ഇവിടെ കോടതി ഈ കേസുമായി 25 and 26 ആണ്. ഇത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ അടക്കം മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് അനുഗുണമായതല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനിയുള്ള നിലപാടുകൾ? സർക്കാർ ഇതെടുക്കുന്ന നിലപാടുകൾ പൂർണ്ണമായും സത്യസന്ധവും സതുദ്ദേശപരവുമാണ് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ് എന്ന്, അങ്ങനെയല്ല എങ്കിൽ എന്തൊക്കെ നിലപാടുകളാകും ഇത് സാർത്ഥകമാകാൻ എടുക്കേണ്ടത്? ഒന്ന്, ശരിക്കും ഇന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് തന്നെ ഹൈന്ദവ സ്ത്രീകളുടെ വികാരം ശബരിമല ദർശനം അവർക്ക് ആവശ്യമാണെന്നാണ്. അത് നിഷേധിക്കാൻ തക്കവണ്ണം നിയമപരമായി യാതൊരു സംഗതിയുമില്ല. നിയമപരമായി നിഷേധിക്കാൻ കഴിയില്ല. വിശ്വാസപരമായിട്ടും ആചാരപരമായും അത് നിഷേധിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ശരിക്കും ഈ സ്ത്രീകളുടെ താല്പര്യ സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ശരി. പ്രായോഗികമായി വരുന്ന വൈഷമ്യങ്ങൾ പരിഹരിക്കുന്നത് നിയമപരവും പ്രായോഗികവുമായി ഇതിന്റെ വഴിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 14 അല്ല എന്ന് കോടതി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റേ ആർട്ടിക്കിൾ 25, 26 സൂചിപ്പിക്കുന്നതിന് അനുഗുണമായി വരുന്ന എന്തൊക്കെ ഭാവങ്ങളെ സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് അതിജീവിക്കാനാകുമോ കോടതി? സർക്കാരിന്റെ നിലപാട് കൊണ്ട് തീർച്ചയായും അത് കഴിയും. ഇതിനടുത്ത് അമിക്കസ് ക്യൂറി തന്നെ 2 അഭിപ്രായമാണ് സൂചിപ്പിച്ചത്. ഒരു അമിക്കസ് ക്യൂറി പ്രവേശനമാവാം, മറ്റൊരു അമിക്കസ് ക്യൂറി അവർ ലീഗൽ ഒപ്പീനിയൻ അല്ല പറയുന്നത്, അല്ല അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള താല്പര്യം, അതല്ല അമിക്കസ് ക്യൂറി ചെയ്യേണ്ടത്. ലീഗലായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 25 and 26 അനുസരിച്ച് സ്ത്രീകളുടെ പ്രവേശനം തടയാൻ
ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ ഒരു ഇതിൻ്റെ ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിലേക്ക് എത്തിച്ചാൽ കാര്യം സുതാര്യമാകുമെന്നാണ്. വളരെ വ്യക്തമാണ് ശ്രീ രാജഗോപാലൻ നായർ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. വളരെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ചർച്ചയിൽ കോടതിയുടെ ഉത്തരവിലേക്ക്, വിധിയിലേക്ക് എത്തുന്ന വഴിയെ എന്തൊക്കെ ദിശകളിലേക്കാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പോയത്. ഒരിടവേളയിലേക്ക്. ബാർക്കോഴയ്ക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരിടവേള കൂടി.